അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 7ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു സാബിർ, 7ാമത്തെ പാഠം. വല്ലാഹി ലാ ഉസല്ലിമുക്. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് നോക്കാം. വല്ലാഹി ലൗ വലഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി അലാ അൻ അത്റുക ഹാദൽ അംറ ഹത്താ യുൽഹിറഹുല്ലാഹ് ഔ ഉഖ്ലക ഫീഹി മാ തറക്തുഹു. അതിന്റെ അർത്ഥം നോക്കൂ. എന്റെ വലതു കൈയിൽ സൂര്യനെയും ഇടതു കൈയിൽ ചന്ദ്രനെയും അവർ വെച്ചു തന്നാലും ഞാൻ എന്റെ ദൗത്യം ഉപേക്ഷിക്കില്ല. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കാൻ ഖുറൈശികൾ എല്ലാ അടവുകളും പയറ്റി. പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുപമ വ്യക്തിത്വവും ഇസ്ലാമിന്റെ മഹത്തായ ആശയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വെളിപ്പെട്ട അമാനുഷിക കാര്യങ്ങളും പ്രബോധനത്തെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഖുറൈശികൾ അബൂ ത്വാലിബിനെ സന്ദർശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൗത്യത്തിൽ നിന്ന് തടയുകയോ തങ്ങൾക്ക് വിട്ടുതരികയോ ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇക്കാര്യം പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രതികരിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ പഠിച്ചല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിനോട് പറഞ്ഞ വാക്കുകളാണ്. അത് പറയാനുണ്ടായ സന്ദർഭമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധീരമായ ശബ്ദം കേട്ട് അബൂ ത്വാലിബ് പറഞ്ഞു, സഹോദരപുത്ര, നിനക്കിഷ്ടമുള്ളത് പറഞ്ഞോളൂ, ഞാൻ നിന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഭീഷണി ഫലിക്കില്ലെന്ന് കണ്ടപ്പോൾ ഖുറൈശികൾ പ്രലോഭനത്തിന്റെ മാർഗം സ്വീകരിച്ചു. ഉത്ബത്ത് ബിൻ റബീഅയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, സഹോദരപുത്ര, നിന്റെ ഉദ്യമം കൊണ്ട് പണമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ധനികനാകാൻ മാത്രം പണം ഞങ്ങൾ നിനക്ക് സ്വരൂപിച്ചു തരാം. നേതൃത്വമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്നെ എതിരില്ലാതെ നേതാവാക്കാം. രാജാവാകാനാണ് മോഹമെങ്കിൽ രാജാവാക്കാം. നിനക്ക് അസുഖമാണെങ്കിൽ ചികിത്സിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ഫുസ്സിലത്തിലെ ഏതാനും ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചു. ഉത്ബ ആശ്ചര്യഭരിതനായി. ആ വചനങ്ങളുടെ സാഹിത്യമേന്മയും ആശയ ഗാംഭീര്യവും ഉത്ബയെ പിടിച്ചു കുലുക്കി. അദ്ദേഹം തിരിച്ചു വന്ന് ഖുറൈശികളോട് പറഞ്ഞു, ഞാൻ ചില വചനങ്ങൾ കേട്ടു. അതുപോലൊന്ന് മുമ്പ് കേട്ടിട്ടില്ല. അത് കവിതയല്ല, ജ്യോത്സ്യവചനമല്ല, ആഭിചാരമല്ല. ഖുറൈശികളെ, എന്നെ അനുസരിക്കൂ. അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വഴിക്ക് വിട്ടേക്കൂ. ഇസ്ലാം നാൾക്കുനാൾ പ്രചരിച്ചു കൊണ്ടിരുന്നു. ഖുറൈശികളുടെ പീഡനവും വർദ്ധിച്ചു. അപ്പോൾ എത്യോപ്യയിലേക്ക് ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങൾക്ക് അനുമതി നൽകി. നുബൂവത്തിന്റെ 5ാം വർഷം 10 പുരുഷന്മാരും 4 സ്ത്രീകളും, 6ാം വർഷം 83 പുരുഷന്മാരും 18 സ്ത്രീകളും എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി. ഇതിനിടെ മക്കയിലെ പ്രധാനികളായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഇസ്ലാം സ്വീകരിച്ചു. അതോടെ മുസ്ലിങ്ങളുടെ ശക്തി വർദ്ധിച്ചു. അത് ഖുറൈശികളെ ആശങ്കാകുലരാക്കി. അവർ നബിക്കും കുടുംബത്തിനുമെതിരെ ഊരുവിലക്ക് പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകൊടുക്കുന്നതുവരെ ബനു ഹാഷിം, ബനുൽ മുത്തലിബ് കുടുംബാംഗങ്ങളുമായി വിവാഹബന്ധം പാടില്ല, ഇടപാടുകൾ പാടില്ല, സഹവസിക്കരുത്, സന്ധി ചേരരുത് എന്നീ തീരുമാനങ്ങൾ അവർ എഴുതി കഅബയിൽ തൂക്കി. അതിന്റെ ഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബക്കാരും ഷുഐബ് അബീ താലിബിൽ ഉപരോധിക്കപ്പെട്ടു. പട്ടിണിയും ദാരിദ്ര്യവും അവരെ പ്രയാസത്തിലാക്കി. വൃക്ഷങ്ങളുടെ ഇലകൾ ഭക്ഷിക്കാൻ വരെ അവർ നിർബന്ധിതരായി. അതിനിടെ കുട്ടികളുടെയും മറ്റും ദൈന്യത കണ്ട് ഖുറൈശികളിൽ ഭൂരിഭാഗവും ഊരുവിലക്കിനെ വെറുത്തു. അവരിൽ ചിലർ കഅബയിൽ തൂക്കിയ പത്രിക വലിച്ചു കീറി. അതിനു മുമ്പ് തന്നെ അല്ലാഹു തആലയുടെ നാമങ്ങൾ ഒഴികെയുള്ളതെല്ലാം ചിതൽ തിന്ന് നശിച്ചിരുന്നു. അങ്ങനെ നുബൂവത്തിന്റെ 10ാം വർഷം ഊരുവിലക്ക് അവസാനിച്ചു. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. നിങ്ങൾ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക.
ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. മാ ഹുവ ബിശ്ശിഅരി വലാ ബിസ്സിഹ്ർ. അതിന്റെ അർത്ഥം നോക്കൂ, അത് കവിതയല്ല, ആഭിചാരവുമല്ല. ഈ ബോക്സിൽ കൊടുക്കുന്നത് നിങ്ങൾ നന്നായി പഠിക്കണം. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഫ്ഹമു വനഖറ, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. 1. മുഅ്ജിസത്ത്, നബിമാരിൽ നിന്നുണ്ടാകുന്ന അസാധാരണ കാര്യം. ദഅവത്ത്, പ്രബോധനം. നുബൂവത്ത്, പ്രവാചകത്വം. യമീൻ, വലതുകൈ. ഹബുഷ, അബുസീനിയ അതായത് എത്യോപ്യ. ഷിമാൽ, ഇടതുകൈ. വറക്കുൻ, ഇല. ലാ അത്തുറുക്, ഞാൻ ഉപേക്ഷിക്കില്ല. ലാ ഉസല്ലിമുക, നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അഷ്ജാർ, മരങ്ങൾ. മലിക്കുൻ, രാജാവ്. ഗനിയുൻ, ധനികൻ. കാഹിനുൻ, ജ്യോത്സ്യൻ. ഇനി നോക്കൂ, നഫ്ഹമു വനഖറ, അതിലെ രണ്ടാമത്തത്. പീഡനം, ഉപദ്രവം. പ്രലോഭനം, വശീകരണം. പ്രതിരോധം, തടസ്സപ്പെടുത്തൽ. പ്രബോധനം, ഉപദേശം അതായത് ക്ഷണം. ദൗത്യം, ദൂതന്റെ കർമ്മം. സ്വരൂപിക്കുക, ഒരുമിച്ചു കൂട്ടുക. സഹവാസം, കൂടെ താമസിക്കൽ. സന്ധി, ഉടമ്പടി. ദൈന്യത, കഷ്ടത. ഊരുവിലക്ക്, ബഹിഷ്കരണം. ജ്യോത്സ്യൻ, ജ്യോതിഷക്കാരൻ. സിഹ്റുൻ, ആഭിചാരം അതായത് മാരണം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുതർജിമു ഇല ലുഗത്തിന, മാതൃഭാഷയിലേക്ക് തർജിമ ചെയ്യാനുള്ളതാണ്. ഇവിടെ നമുക്ക് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മലയാളത്തിലുള്ള അർത്ഥമാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ദഅവത്തുൻ, അതിന്റെ തർജിമ എന്താണ്? പ്രബോധനം. ഗനിയുൻ, ധനികൻ. നുബൂവത്തുൻ, പ്രവാചകത്വം. വറക്കുൻ, ഇല. അഷ്ജാർ, മരങ്ങൾ. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുഅരിബ്. ഇവിടെ നമുക്ക് മലയാള അർത്ഥത്തിലുള്ള വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. നോക്കൂ, നബിമാരിൽ നിന്നുണ്ടാകുന്ന അസാധാരണ കാര്യം. അതിന്റെ അറബി എന്താണ്? മുഅ്ജിസത്ത്. രാജാവ്, അറബി മലിക്കുൻ. ആഭിചാരം, സിഹ്ർ. ഇല, വറക്കുൻ. ഇടതുകൈ, ഷിമാലുൻ. ഇനി നോക്കൂ, തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നുൻഷിഉൽ ജുമൽ, വാക്യത്തിൽ പ്രയോഗിക്കുക. ഇവിടെ നമുക്ക് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ വരുന്നത് പോലെ ഒരു വാക്യം നിർമ്മിക്കാനുള്ളതാണ്. നോക്കൂ, സ്വരൂപിക്കുക, ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. ഉമ്മയുടെ ചികിത്സയ്ക്കായി നിരവധി പേർ പണം സ്വരൂപിച്ച് നൽകി. അടുത്തത് നോക്കൂ, സഹവാസം. നല്ല ആളുകളുമായുള്ള സഹവാസം നമ്മെ നന്മയിൽ എത്തിക്കും. അടുത്തത് ഊരുവിലക്ക്. കുട്ടികളുടെയും മറ്റും ദൈന്യത കണ്ട് ഖുറൈശികളിൽ ഭൂരിഭാഗവും ഊരുവിലക്കിനെ വെറുത്തു. അടുത്ത വാക്ക് നോക്കൂ, ദൗത്യം. ഓരോ നബിമാരും അവരവരുടെ ദൗത്യം കൃത്യമായി നിർവഹിച്ചു. അടുത്തത് പ്രലോഭനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഖുറൈശികൾ പ്രലോഭനത്തിന്റെ മാർഗം സ്വീകരിച്ചു. തദ്രീബാത്തിലെ അഞ്ചാമത്തെ പ്രവർത്തനം നുഇദ്ദു അസ്ഇല, നമ്മൾ ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ നിന്ന് 7 ചോദ്യങ്ങൾ നിർമ്മിച്ച് അവയുടെ ഉത്തരങ്ങൾ എഴുതുക. അപ്പൊ നമുക്ക് 7 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കാം. നോക്കൂ, 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ വിജയത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തെല്ലാം? അതിന്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുപമ വ്യക്തിത്വവും ഇസ്ലാമിന്റെ മഹത്തായ ആശയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വെളിപ്പെട്ട അമാനുഷിക കാര്യങ്ങളും. രണ്ടാമത്തെ ചോദ്യം, ഖുറൈശികൾ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടത് എന്ത്? അതിന്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൗത്യത്തിൽ നിന്ന് തടയുകയോ അവർക്ക് വിട്ടുതരികയോ ചെയ്യാൻ. മൂന്നാമത്തെ ചോദ്യം, മുസ്ലിങ്ങൾക്ക് എത്യോപ്യയിലേക്ക് ഹിജ്റ പോവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുമതി നൽകിയത് എപ്പോൾ? അതിന്റെ ഉത്തരം ഖുറൈശികളുടെ പീഡനം വർദ്ധിച്ചപ്പോൾ. നാലാമത്തെ ചോദ്യം, നുബൂവത്തിന്റെ 5-ാം വർഷം എത്ര പേരാണ് ഹിജ്റ പോയത്? ഉത്തരം 10 പുരുഷന്മാരും 4 സ്ത്രീകളും. അഞ്ചാമത്തെ ചോദ്യം, നുബൂവത്തിന്റെ 6-ാം വർഷം എത്ര പേരാണ് ഹിജ്റ പോയത്? ഉത്തരം 83 പുരുഷന്മാരും 18 സ്ത്രീകളും. ആറാമത്തെ ചോദ്യം, ഖുറൈശികൾ നബിക്കും കുടുംബത്തിനും ഊരുവിലക്ക് പ്രഖ്യാപിച്ചത് എപ്പോൾ? അതിന്റെ ഉത്തരം മക്കയിലെ പ്രധാനികളായ ഹംസ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഇസ്ലാം സ്വീകരിച്ചതോടെ മുസ്ലിങ്ങളുടെ ശക്തി വർദ്ധിച്ചു. അത്
ഖുറൈശികളെ ആശങ്കാകുലരാക്കി. അപ്പോൾ അവർ നബിക്കും കുടുംബത്തിനുമെതിരെ ഊരുവിലക്ക് പ്രഖ്യാപിച്ചു. 7ാമത്തെ ചോദ്യം, ഊരുവിലക്ക് അവസാനിച്ചത് എപ്പോൾ? ഉത്തരം നുബൂവത്തിന്റെ 10ാം വർഷം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 6ാമത്തെ പ്രവർത്തനം നംലഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. നുബൂവത്തിന്റെ 5ാം വർഷം ഡേഷ് പുരുഷന്മാരും 4 സ്ത്രീകളും ഹബുഷയിലേക്ക് ഹിജ്റ പോയി. അവിടെ പൂരിപ്പിക്കേണ്ടത് 10. നുബൂവത്തിന്റെ 5ാം വർഷം 10 പുരുഷന്മാരും 4 സ്ത്രീകളും ഹബുഷയിലേക്ക് ഹിജ്റ പോയി. 2. നുബൂവത്തിന്റെ 6ാം വർഷം 83 പുരുഷന്മാരും ഡേഷ് സ്ത്രീകളും ഹിജ്റ പോയി. അവിടെ പൂരിപ്പിക്കേണ്ടത് 18. നുബൂവത്തിന്റെ 6ാം വർഷം 83 പുരുഷന്മാരും 18 സ്ത്രീകളും ഹിജ്റ പോയി. 3. നുബൂവത്തിന്റെ ഡേഷ് വർഷം ഊരുവിലക്ക് അവസാനിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് 10ാം. നുബൂവത്തിന്റെ 10ാം വർഷം ഊരുവിലക്ക് അവസാനിച്ചു. 4. ഊരുവിലക്കിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും ഡേഷിൽ ഉപരോധിക്കപ്പെട്ടു. അവിടെ പൂരിപ്പിക്കേണ്ടത് ഷഅബ് അബി ത്വാലിബിൽ. ഊരുവിലക്കിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും ഷഅബ് അബി ത്വാലിബിൽ ഉപരോധിക്കപ്പെട്ടു. 5. കഅബയിൽ തൂക്കിയ പത്രികയിൽ ഡേഷ് ഒഴികെയുള്ളതെല്ലാം ചിതൽ തിന്ന് നശിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് അല്ലാഹു തആലയുടെ നാമങ്ങൾ. കഅബയിൽ തൂക്കിയ പത്രികയിൽ അല്ലാഹു തആലയുടെ നാമങ്ങൾ ഒഴികെയുള്ളതെല്ലാം ചിതൽ തിന്ന് നശിച്ചു. 6. ഖുറൈശികൾ ഡേഷിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ദൂതനായി അയച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് ഉത്ബത്ത് ബിനു റബിയ. ഖുറൈശികൾ ഉത്ബത്ത് ബിനു റബിയയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ദൂതനായി അയച്ചു. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു സബ്ജക്റ്റിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.